നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ 26 നടക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് ഏകദിന പരിപാടിയായി ചുരുങ്ങുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി നിഷ പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടം നമുക്ക് തുടർച്ചയായി കൊണ്ടുപോകേണ്ടതാണെന്നും സമൂഹമാകെ മയക്കുമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും അവർ വ്യക്തമാക്കി. ഈ സംഘാടക സമിതി നമ്മൾ രൂപീകരിക്കുമ്പോൾ ജൂൺ 26 നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ 20 ലക്ഷത്തോളം ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രതിജ്ഞ എടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. എന്നാൽ ആ 26 ഇത് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാ തരത്തിലേക്കും നമ്മൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി പോകേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്തിടെ മയക്കുമരുന്നിന്റെ ഉപയോഗം ആശങ്കാജനകമായി വർദ്ധിച്ചു വരികയാണെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉയരുന്നതാണ് അക്രമങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം. ഈ സാഹചര്യത്തിൽ സമൂഹം മുഴുവൻ ജാഗ്രത പുലർത്തണമെന്നും കുട്ടികളെ ലഹരി മുക്തമാക്കാൻ ഏകോപിത ശ്രമം ആവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡ്രഗ്സിൻ്റെ ഏറ്റവും കൂടുതലുള്ള ക്രൈംസ് എവിടെയാണ് അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ കേരള ഇപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത് പൊസിഷനിലുണ്ട്. അത് വളരെ ഒരു സീരിയസ് ആയിട്ട് പ്രശ്നമാണ്. നമുക്ക് പോവാണ് നമ്മുടെ സൊസൈറ്റിയിലെ എവിടെയും പ്രശ്നമുണ്ടെങ്കിൽ ഡ്രഗ്സിൻ്റെ ഒരു അണ്ടർ കറണ്ട് ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ ഏജിലെ കോളേജ് ഏജിലെ ഇപ്പോൾ ക്രൈംസിലേക്ക് പോവാണ്. അവിടെ നോർമൽ റുട്ടീനായിട്ട് സൊസൈറ്റിയിലെ അത്ര ഒരു എഫക്റ്റീവായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അവർ തരുന്നില്ല. സോ അത് എല്ലാ പ്രശ്നം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ദറ്റ് ഈ കോഴിക്കോട് ജില്ലയിലെ കേരള രാജ്യത്തിലെ ഈ പ്രശ്നം വളരെ സീരിയസ് ആണ് ഇപ്പോൾ ആസ് ഓഫ് നൗ. ആൻഡ് ഇതിൽ നമുക്ക് കുറച്ചൊരു സൊല്യൂഷൻ വേണം. ജൂൺ 26 നടക്കുന്ന 2 മില്യൺ പ്ലഡ്ജിൽ സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, സാക്ഷരതാ പ്രവർത്തകർ, വിവിധ തൊഴിലാളി സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ തുടങ്ങിയ എല്ലാ മേഖലയിലെയും ആളുകൾ ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്യണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ്. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടക്കുന്ന പരിപാടി ചരിത്ര സംഭവമാക്കാനാവശ്യമായ തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയാണോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ആ ജീവിക്കുന്ന ഇടത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു പ്രതിജ്ഞ എന്ന നിലക്കാണ് നമ്മളിതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ജില്ലാതലത്തിലെ കേന്ദ്രം, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലെ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് തലത്തിലെ കേന്ദ്രങ്ങൾ എന്നതിനൊപ്പം തന്നെ നേരത്തെ കുടുംബശ്രീയുടെ യോഗങ്ങൾ നമ്മൾ ചേർന്നപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ ആ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിജ്ഞ ചൊല്ലുകയാണ്. കോഴിക്കോട് ജില്ലയുടെ മുഴുവൻ സർക്കാർ ഓഫീസുകളും അന്ന് പ്രതിജ്ഞാ കേന്ദ്രങ്ങളാവും. എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ വെച്ചാണ് ഈ പ്രതിജ്ഞ എടുക്കാൻ സാധിക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. SRC കമ്മ്യൂണിറ്റി കോളേജ് 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ മാർഷ്യൽ ആർട്സ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ലിങ്ക് വഴി അപേക്ഷിക്കാം. ശനി, ഞായർ, പൊതു അവധി ദിവസങ്ങളിലാകും കോണ്ടാക്ട് ക്ലാസുകൾ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 30. വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ലഭിക്കും. ജില്ലയിലെ പഠന കേന്ദ്രം തച്ചോളി ഒതേനക്കുറുപ്പ് പൈതൃക കളരി, തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം, മേപ്പയിൽ, വടകര, കോഴിക്കോട് 673104. ഫോൺ 9061624957. കേരള ജല അതോറിറ്റി കോഴിക്കോട് ഡിവിഷനു കീഴിൽ പാം ഹെൽഡ് മെഷീൻ ഉപയോഗിച്ച് വാട്ടർ ബിൽ നൽകുന്ന സംവിധാനം ജൂൺ 9 ആരംഭിക്കും. ബിൽ നൽകുന്ന സമയം തന്നെ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരികയും ഓൺലൈൻ സംവിധാനത്തിലൂടെ തുക അടയ്ക്കുകയും ചെയ്യാം. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ മാറ്റമുള്ള ഉപഭോക്താക്കൾ ഉടൻ ശരിയായ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം.
മീറ്റർ റീഡിംഗ് സ്കാൻ ചെയ്ത് ബിൽ തയ്യാറാക്കുന്ന രീതിയായതിനാൽ ഉപഭോക്താക്കൾ വാട്ടർ മീറ്റർ ചേംബർ വൃത്തിയാക്കി റീഡിംഗിന് സൗകര്യമൊരുക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഫോൺ 04-9523705884. കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഹിസ്റ്ററി, മാത്സ്, കൊമേഴ്സ് ഗസ്റ്റ് അധ്യാപിക നിയമനത്തിനുള്ള ഇന്റർവ്യൂ ജൂൺ 12 രാവിലെ 11 നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.